എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങള്, സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസികളുടെ ഈ ഒരുമ അത് ഈ സമൂഹത്തിന്റെ ഏറ്റവും അനിവാര്യതയാണ്. നമ്മുടെ മഹല്ലുകളിലേക്ക് ലിബറലിസം വരുന്നുണ്ട്, നിരീശ്വരവാദം വരുന്നുണ്ട്. വളർന്നു വരുന്ന ചെറുപ്പക്കാരുടെ തലച്ചോറുകളിൽ എന്തൊക്കെയോ ചുട്ടുപൊള്ളുന്നത് പോലെയാണ്. ഉമ്മമാരെ കൊല്ലുന്ന ചെറുപ്പക്കാരെ കാണുന്നു, MDMന് അടിമപ്പെട്ട ചെറുപ്പക്കാരെ കാണുന്നു. അതുപോലെ ഇവിടെ വിദഅത്തിലേക്ക് അടിമപ്പെട്ടു പോകാൻ ചെറുപ്പക്കാർക്ക് വഴിവെക്കരുത്. നമ്മുടെ ഉമ്മത്തിനെ സംരക്ഷിക്കാൻ ഏറ്റവും നല്ല മാർഗം ഉമറാക്കൾ ഒന്നിക്കലാണ്, ഉലമാക്കൾ ഒന്നിക്കലാണ്. വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീആ. സുന്നത്ത് ജമാഅത്തിൽ ഐക്യപ്പെടണമെന്ന അല്ലാഹുവിന്റെ ആഹ്വാനമാണ്. ആ ആയത്ത് എപ്പോഴാ ഇറങ്ങിയത് എന്നുകൂടി നമ്മൾ അറിയണോ. മഹാന്മാരായ അൻസാറുകള് അവർ നേരത്തെ ഔസും ഖസ്റജുമായിരുന്നു, കാലങ്ങളോളം യുദ്ധം ചെയ്തവരായിരുന്നു, ആളുകൾ കൊല്ലപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഹബീബായ തങ്ങൾ മദീനത്ത് ചെന്നപ്പോൾ ഇസ്ലാമിന്റെ പാർശ്വത്തിൽ അവർ ഐക്യപ്പെട്ടു പോയി. ഒരേ സഫഫിച്ച് അച്ചടക്കത്തിൽ ഐക്യപ്പെട്ടു നിൽക്കുന്ന അൻസാറുകൾ, സഹകാരികൾ എന്ന അർത്ഥം വരുന്ന അപരനാമം കൊണ്ട് ലോകം അവരെ അടയാളപ്പെടുത്തിയപ്പോ, കലാപകലുഷിതമായ മദീന സമാധാനത്തിലേക്ക് നീങ്ങിയപ്പോ ജൂതന്മാർക്ക് സഹിച്ചില്ലല്ലോ. അങ്ങനെ ഒരു ജൂത പ്രമാണി ശാസ്ബിനു കൈസ് എന്ന് പറയുന്ന ചാരനെ തെരുവിൽ വിടുകയാണ്. എവിടേക്കാ വിടുന്നത്? അൻസാറുകളുടെ ഇടയിലേക്കാണ്. നേരത്തെയുള്ള ഔസ് ഖസ്റജ് ഒന്നിച്ചിരിക്കുന്ന സഭകളിലേക്ക് ജൂതന്റെ ചാരൻ കടന്നു ചെല്ലുകയാണ്. എന്താണ് അവനെ ജൂതൻ ഏൽപ്പിച്ച ഡ്യൂട്ടി എന്നറിയുമോ? അന്ന് നിങ്ങൾ ഗ്രൂപ്പിന്റെ പേരിൽ തല്ലിയപ്പോൾ, അന്ന് നിങ്ങൾ ഹൗസ് ഖസ്റജായി അടികൂടിയപ്പോൾ, യുദ്ധം ചെയ്തപ്പോൾ നിങ്ങൾ അവനെ കുറിച്ച് ഇത് പറഞ്ഞില്ലേ, നിന്നെ കുറിച്ച് അവൻ ഇത് പറഞ്ഞില്ലേ എന്നും പറഞ്ഞ് പഴയകാല യുദ്ധത്തിന്റെ കെടുതികള്, അന്നത്തെ ആരോപണ പ്രത്യാരോപണങ്ങള് തെരുവിലേക്ക് വലിച്ചിട്ടുകൊണ്ട് ഐക്യത്തോടെ നിൽക്കുന്ന അൻസാറുകളുടെ മനസ്സ് മുറിപ്പെടുത്താനുള്ള ജൂത കെണികൾ വന്നപ്പോ, സഹജമായ പോരായ്മകളിൽ, മനുഷ്യ സഹജമായ വികാരങ്ങളില് ആ അൻസാറുകൾ അടിമപ്പെടുമെന്ന ഘട്ടമെത്തിയപ്പോ അല്ലാഹ് പറയുന്നു, സ്വഹാബാ, നരകത്തിന്റെ വക്കിൽ കാല് വച്ചിടത്ത് നിന്നാണ് നിങ്ങളെ നമ്മൾ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത്, ദീനിലേക്ക് കൊണ്ടുവന്നത്, സമാധാനത്തിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് പഴയ ജാഹിലിയത്തിലേക്ക് തിരിച്ചു പോകണ്ട. സ്വാഭാവികമാണ് അഭിപ്രായ ഭിന്നതകൾ, പക്ഷേ ഒരുമിച്ചിരിക്കാൻ, ഒന്നിച്ചിടപെടാൻ, ഒന്നിച്ച് ദീൻ പറയാൻ കഴിയാത്തൊരു തടസ്സവും നമ്മിലില്ല. ഞാനൊക്കെ ഒരുപാട് അത്തരം വിഷയങ്ങളിൽ ഇടപെട്ട ആളുകളാണ്. നമ്മളെയൊക്കെ ജീവിതത്തിൽ വന്ന അബദ്ധങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. ഈ ഉമ്മത്തിലെ ഉമറാക്കളെ, ഈ ഉമ്മത്തിലെ ഉലമാക്കളെ, ഈ ഉമ്മത്തിലെ സാദാത്തുക്കളെ അല്ലാഹു സുന്നത്ത് ജമാഅത്തിന്റെ ഇസ്സത്തിലായി ഐക്യപ്പെടുത്തി തരട്ടെ. അതിനെതിരെ മദീനത്തെ ജൂതന്മാരെ ഓർമ്മിപ്പിക്കും വിധം സോഷ്യൽ മീഡിയകളിലേക്ക് സുന്നികൾക്കിടയിലെ പഴയ തർക്കം തള്ളുന്ന വഹാബികളിൽ നിന്ന്, സ്വാർത്ഥ താല്പര്യക്കാരിൽ നിന്ന് ഈ ഉമ്മത്തിന്റെ ഖൽബിനെ റഹ്മാനായ അല്ലാഹ് നീ സലാമത്താക്കി തരണേ.